Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. സഹവിദ്യാഭ്യാസത്തിന് വഴി തുറന്ന് കോറോം ഗവൺമെൻറ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജ് പ്രവേശനോത്സവം പ്രാരംഭ് 2026 വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിൽ പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം നടന്നു. വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഒരു പുതിയ പന്ഥാവിലേക്ക് സ്ഥാപനം കടക്കുക. ഇതുവരെ വനിതകൾക്ക് മാത്രം അഡ്മിഷൻ നൽകി വന്ന സ്ഥാപനമാണെങ്കിൽ ഇന്നു മുതൽ പുരുഷന്മാർക്ക് കൂടി യുവാക്കൾക്ക് കൂടി അഡ്മിഷൻ ലഭിക്കുന്ന മിക്സഡ് കോളേജായി ഈ സ്ഥാപനം മാറുകയാണ്. പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനവും വന്നത് പല കാലങ്ങളായി വിദ്യാഭ്യാസ മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരാവശ്യമാണ്. സഹവിദ്യാഭ്യാസ രീതിയിലേക്ക് മാറുന്നതിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ സരിൻ ശശി അധ്യക്ഷത വഹിച്ചു. പോളിടെക്നിക് സ്ട്രീം സീനിയർ ജോയിന്റ് ഡയറക്ടർ അനി എബ്രഹാം മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പാൾ PS മനോജ്, നഗരസഭാ കൗൺസിലർ M രാമകൃഷ്ണൻ, റീജിയണൽ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ PT അഹമ്മദ് സെയ്ദ്, C ഗോപിനാഥൻ, KB ശ്രീജിത്ത്, TS ജ്യോതിസ്, P ഹരിനാരായണൻ, അശ്വതി ആൻഡ് പൗലോസ്, ഡോക്ടർ ജിനീഷ് തോമസ്, E ഷൈജു, K നന്ദന എന്നിവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് അധ്യാപകൻ K വിനോദ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ഓറിയന്റേഷൻ ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോറോം റെസിഡൻഷ്യൽ വനിതാ പോളിയിൽ ഇനി മുതൽ ആൺകുട്ടികൾക്കും പഠിക്കാം. 58 ആൺകുട്ടികളാണ് സഹവിദ്യാഭ്യാസ രീതിയിലൂടെ കോളേജിൽ ഈ വർഷം അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. പെൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന വനിതാ പോളിയിലേക്ക് ബുധനാഴ്ച മുതൽ ആൺകുട്ടികളും എത്തും. 35 വർഷത്തിന് ശേഷം 1ാം വർഷ ക്ലാസ് മുറികളിൽ ഇനി ആൺകുട്ടികളും പഠിക്കും. കോറോത്ത് സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിലാണ് ഈ വർഷം മുതൽ ആൺകുട്ടികൾക്കും പ്രവേശനം നൽകിയത്. 4 ബ്രാഞ്ചുകളിലായി 230 സീറ്റുകളിൽ 172 കുട്ടികളാണ് ഇതുവരെ പ്രവേശനം നേടിയത്. ഇതിൽ 58 പേർ ആൺകുട്ടികളാണ്. ഈ മാസം നടക്കുന്ന തത്സമയ പ്രവേശനത്തിലൂടെ കൂടുതൽ ആൺകുട്ടികൾ എത്തുമെന്നാണ് പ്രതീക്ഷ. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഈസിയിലെ പിള്ളേരാണ് ഇവിടെ ഉള്ളത്. സോ ഭയങ്കര എക്സൈറ്റഡ്. ഇനി എങ്ങനെയായിരിക്കും പരിപാടി എന്നെല്ലാം അറിയാൻ ഭയങ്കര വെയിറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ. സോ ഇപ്പം എന്താ പറയുക, ഇവർ വരുമ്പോൾ നമ്മളാണ് ഇവരെ 3rd ഇയേഴ്സ് ആയിട്ട് വെൽക്കം ചെയ്യുന്നത്. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം 35 വർഷത്തിന് ശേഷം നമ്മളെ കോളേജിൽ ബോയ്സ് വരാമെന്നെല്ലാം പറഞ്ഞാൽ ഹാപ്പിയാണ്. ഇനി നമുക്ക് കണ്ടറിയാം എങ്ങനെയായിരിക്കും ബോയ്സ് വന്നാൽ. അപ്പോൾ ഇവരെ റാഗ് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടോ? റാഗൊന്നും ചെയ്യൂലേ. നമ്മൾ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള മക്കളാണ്. നമ്മളെ സാറുമാർക്കിൽ നല്ല മതിപ്പുണ്ട്. അതൊന്നും നമ്മളെന്തായാലും കളയൂല. കേരളത്തിലെ റെസിഡൻഷ്യൽ മാതൃകയിലുള്ള ഏക വനിതാ പോളിടെക്നിക്കാണിത്. 1991 ഇത് ആരംഭിച്ചത്. ക്ലാസ് മുറികളിൽ പെൺകുട്ടികൾ കുറഞ്ഞതോടെയാണ് ആൺകുട്ടികൾക്കും അവസരമൊരുങ്ങിയത്. ആൺകുട്ടികൾ എത്തിയെങ്കിലും കോളേജിന്റെ വനിതാ പേരുമാറ്റം വൈകും. സർക്കാരാണ് സാങ്കേതികമായി പേരുമാറ്റേണ്ടത്. നിലവിൽ വിദ്യാലയ ബോർഡിലും ബസ്സിലും ഉൾപ്പെടെ വനിതാ പോളിടെക്നിക് കോളേജ് എന്ന് തുടരും. ആൺകുട്ടികൾ വരുമ്പോൾ അവർക്കായുള്ള ശൗചാലയം ഉൾപ്പെടെ കോളേജിൽ സജ്ജമായി.
നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പേടിയില്ലാതെ ഒരു രാത്രിയെങ്കിലും ഉറങ്ങാൻ ഒരു കൂരയ്ക്കായുള്ള ദൊരൈ പഞ്ചമി ദമ്പതികളുടെ കാത്തിരിപ്പിന് അറുതിയായില്ല. കനേശുമാരിയിലോ കണക്ക് പുസ്തകത്തിലോ ഇടം കിട്ടാത്ത മനുഷ്യജന്മങ്ങൾ പുതിയ കാലത്ത് കണ്ണുള്ളവർക്ക് വലിയ വേദന ഉളവാക്കുകയാണ്. അടുത്തൊരു കുട്ടിയുണ്ട്, കുട്ടിക്ക് തീറ്റ കൊടുക്കാനാ കാക്ക പട്ടിച്ചോ. ഇതാണ് ദൊരയും പഞ്ചമിയും. 6 മക്കളാണ് ഇവർക്ക്. 5 പെൺകുട്ടികളും ഒരാൺകുട്ടിയും. ഇവരെ കൊണ്ട് തെരുവിൽ കഴിയുകയാണ് ഈ കുടുംബം. തലചായ്ക്കാൻ സുരക്ഷിതമായി ഒരു വീട് വേണമെന്നതാണ് ഇവരുടെ ആവശ്യം. ചാവക്കാട് സ്വദേശിയായ ദൊരയും ഒറ്റപ്പാലത്തെ പഞ്ചമിയും ഉപജീവനത്തിനായി പയ്യന്നൂരിലെത്തിയിട്ട് 8 വർഷമായി. ആക്രി ശേഖരിക്കലാണ് ഇവരുടെ ജീവിതമാർഗം. സ്വന്തമായി വീടില്ലാത്തതിനാൽ കടത്തിണ്ണകളിലും പാതയോരങ്ങളിലുമാണ് കുടുംബത്തോടൊപ്പം അന്തിയുറങ്ങുന്നത്. ഈ ദമ്പതികൾക്ക് 5 മക്കളുണ്ട്. അനിയത്തിയുടെ മരണത്തെ തുടർന്ന് അവരുടെ മകളെയും ഏറ്റെടുത്തതോടെ 6 കുട്ടികളുടെ ഉത്തരവാദിത്വമാണ് ഇവർ ഇന്ന് വഹിക്കുന്നത്. തെരുവിലെ കഷ്ടപ്പാടുകൾക്കിടയിലും മക്കൾക്കൊപ്പം സമാധാനമായി ജീവിച്ചു പോവുകയായിരുന്നു. എന്നാൽ ഒരു രാത്രിയിലുണ്ടായ സംഭവം ഇവരുടെ ജീവിതത്തിൽ താളപ്പിഴകളുണ്ടാക്കി. അച്ഛനമ്മമാരുടെ അരികിൽ ഉറങ്ങിക്കിടന്നിരുന്ന 6 വയസ്സുകാരിയായ മകളെ ഒരു നരാധമൻ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അന്ന് എന്റെ മകൾ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. പഞ്ചമി ഇന്നും ഭയത്തോടെ ഓർക്കുന്നു. രാത്രി 1 മണി ഉണ്ടാവും. അന്നേരം ഞാൻ ഉറങ്ങിയിട്ടില്ല. ചെറിയ കൊച്ചുള്ളപ്പോൾ പാല് കൊടുക്കണം, അതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അന്നേരം വന്നിട്ട് ഒരു ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എണിച്ചിരുന്ന് വെള്ളമൊക്കെ കുടിച്ച് മുറുക്കാനൊക്കെ ഇട്ടിട്ട് വീണ്ടും കിടന്ന് തിരിച്ച് എൻ്റെ ഭർത്താവിൻ്റെ സൈഡ് തിരിച്ച് കിടന്നപ്പോഴാണ് കുറച്ച് കണ്ണടച്ച് പോയി. അടിച്ച നേരത്തെയാണ് എൻ്റെ കൊച്ചിനെ എടുത്തിട്ട് അവന് റോഡ് കയറിയിട്ടില്ല. അവിടെ ഒരു ചെറിയ തോടുണ്ട്. അവിടെ തന്നെ പെട്ടെന്ന് എൻ്റെ മോള് ഒച്ച വെക്കും. ഞാൻ എണിക്കുമ്പോൾ എൻ്റെ മോളെ താഴ്ത്തിട്ട് അവന് ഓടി രക്ഷപ്പെടാൻ നോക്കി. പെട്ടെന്ന് അവന് പോയിട്ട് ബൈക്ക് ബുള്ളറ്റ് എടുക്കുമ്പോൾ എൻ്റെ ഭർത്താവ് പിന്നെ പുറകിൽ തന്നെ ഓടിയിട്ട് പെട്ടെന്ന് വണ്ടീൻ്റെ ചാവി എടുത്തിട്ട് കേസൊക്കെ കൊടുത്തു. പോലീസുകാരൊക്കെ വന്ന പിന്നെ അവന് വന്നിട്ട് എവിടെയോ പോയി പിടിച്ചിട്ട് വന്നവനെ. എന്നിട്ട് അവർ പോലീസുകാരൊക്കെ വന്ന് ഞങ്ങളടുത്ത് അന്വേഷിച്ചപ്പോൾ ഇങ്ങനത്തെ കാര്യം ഇവനാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവന് കേസാക്കി ജയിലിലൊക്കെ ആക്കി. പിന്നെ അപ്പം കൊണ്ട് വിട്ടതാണ് എൻ്റെ മക്കളെ ഹോസ്റ്റലിൽ. ഞങ്ങൾ ആദ്യം വന്നിട്ട് ഈ വട്ടക്കുളം സാറുള്ളപ്പോഴാണ് എൻ്റെ മോളെ പൊക്കിയത്. അപ്പോൾ ആ സാറുള്ളപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് വീടാക്കിയോ എല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. കളക്ടറിൽ നിന്ന് ഓർഡർ വന്നു. കളക്ടറിൻ്റെ അടുത്ത് ഓർഡർ കിട്ടിയത് എനിക്ക് എൻ്റെ മോൾക്ക് ഇങ്ങനെ 5 സെൻറ്റ് സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് അറിയില്ലല്ലോ ചേച്ചി, ഞാനിത് കൊണ്ടുപോയിട്ട് റേഷൻ കാർഡ് ചെയ്തു എല്ലാ ആനുകൂല്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അന്നേരം വീണ്ടും ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോൾ അവർ പറയുക അയ്യോ അത് എവിടെയോ പോയി എന്ന് പറഞ്ഞു. കയറി തലിപ്പറമ്പ് ഇവിടുന്ന് പോകും, പണിക്ക് കൂടി പോകണം. 3 ദിവസം 4 ദിവസം അടുപ്പിച്ച് പോകും. തന്നില്ല. ഞാൻ ഇവന് ഗർഭിണിയാ ഉള്ളപ്പോഴേ അപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ വെക്കും. അപ്പോൾ ഒന്നും മഴയല്ലല്ലോ, ഇത് ദിണ്ണയിലെ കടന്ന് ഉറങ്ങുന്നത് ഞങ്ങൾ. സംഭവത്തിന് ശേഷം ദൊരൈ പഞ്ചമി ദമ്പതികൾക്ക് മനസമാധാനത്തോടെ ഒരു രാത്രി പോലും ഉറങ്ങാനായിട്ടില്ല. ഒരു തെരുവും മക്കൾക്ക് സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവാണ് ഇവരെ വലിയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത്. മൂത്ത 2 പെൺമക്കളെ തലശ്ശേരിയിലും അതിന് താഴെയുള്ള 2 പെൺമക്കളെ പുഞ്ചക്കാട്ടുമുള്ള കോൺവെന്റുകളിലും താമസിപ്പിച്ചിരിക്കുകയാണിപ്പോൾ. മക്കളെ വിട്ടുനിൽക്കുന്നത് വലിയ വേദനയാണ്. പക്ഷേ അവരുടെ സുരക്ഷയാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, ദൊരൈ പറയുന്നു. ഒരു കൊല്ലങ്ങളായിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. എന്തെങ്കിലും ജോലിയൊന്നുമില്ല. ഇതൊക്കെ കിടക്കുന്നത് 300-400 രൂപ കിട്ടും ആക്രി കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ. അത് വെച്ചുകൊണ്ടാണ് ഈ പിള്ളേരെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. കിടക്കാനും സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് കൊച്ചു പിള്ളേരെ വെച്ചുകൊണ്ട് കിടക്കാൻ പറ്റാതെ പേടിച്ചിട്ടാണ് കിടക്കുന്നത്. വീടും സ്ഥലമില്ലാതെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആണ് നോക്കുന്നത്. അതിൻ്റെ കാരണമാണ് സംസാരിക്കുന്നത്. വലിയ പിള്ളേരായിപ്പോയി മക്കൾ മൊത്തം. അവർ മൊത്തം നോക്കിയിട്ട് ഇവിടുത്തെ കിടത്താൻ പറ്റാതെ പേടിച്ചുകൊണ്ട് ആണ് പിള്ളേരെ കൊണ്ട് ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ട് ചേർത്ത് വിട്ടു. അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ പേടിച്ചിട്ട് എന്താ വിളിച്ചുകൊണ്ട് വരാൻ, ലീവിലൊക്കെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ സ്ഥലമില്ലാത്ത കാരണം കൊണ്ടാണ്, പേടിച്ചുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് വരാൻ പറ്റാതെ അവിടെ നിർത്തിയിരിക്കുന്നത്.
ഞങ്ങളടുത്ത് മുഖം കൊടുത്തു കൂടി അവർ സംസാരിക്കത്തില്ല, നമ്മൾ പോയില്ല. ഇപ്പോൾ ഉള്ള സാറുണ്ടല്ലോ, ആ സാറ് കുഴപ്പമില്ല, സരീൻ ശശി ആ ദൈവം പറഞ്ഞു ഞങ്ങൾക്കൊരു വീട് അവർ വാടകയ്ക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞു. എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ ഞങ്ങൾക്ക് സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവർ ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ മോൾക്ക് ആദ്യത്തേക്ക് അവരൊരു ബുക്ക് കൊടുത്തു, നല്ലോണം പഠിക്കണം, പിള്ളേരൊക്കെ നല്ല പഠിപ്പിക്കുകയും, നിങ്ങൾ റോഡ് സൈഡിൽ കിടക്കുന്ന പോലെ പിള്ളേരെ പഠിപ്പിച്ചിരിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒരു സെൻറ്റ് സ്ഥലം തന്നാലും മതി സാറേ, ഞങ്ങൾ എഴുതി കൊടുത്ത് കൊല്ലങ്ങളായി സാറേ. അവർ പറഞ്ഞു ഞാൻ എല്ലാം ചെയ്തു തരാം, പെട്ടെന്ന് എത്ര പെട്ടെന്നാകുന്നോ അത്ര പെട്ടെന്ന് ഞാൻ ചെയ്തു തരാം, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. 5 വയസ്സുള്ള അശ്വിനും 3 വയസ്സുള്ള വാണിയും മാത്രമാണ് ഇപ്പോൾ അച്ഛനമ്മമാർക്കൊപ്പം കഴിയുന്നത്. ഇരുവരും സമീപത്തെ അങ്കണവാടിയിലാണ് പഠിക്കുന്നത്. രാവും പകലും കഠിനാധ്വാനം ചെയ്തിട്ടും സ്വന്തമായി ഒരു സുരക്ഷിതമായ കൂര കണ്ടെത്താൻ ഇതുവരെ ഇവർക്കായിട്ടില്ല. പേടി കൂടാതെ മക്കളെ ചേർത്തുപിടിച്ച് ഒരു രാത്രി ഉറങ്ങാൻ കഴിയുന്ന ഒരു കൊച്ചു വീട്, അതാണ് ഇന്ന് ഈ ചെറിയ വലിയ കുടുംബത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം. സാക്ഷാത്കരിക്കാൻ മുട്ടാത്ത വാതിലുകളില്ല. പ്രതീക്ഷ ഒട്ടും കൈവിടാതെ അവർ ഇന്നും കാത്തിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെയും പോലെ ഭൂമിയുടെ അവകാശികളാണ് ഇവരും. കരുണ പറ്റാത്ത സുമനസ്സുകളിൽ നിന്ന് തലചായ്ക്കാൻ ഒരിടം ഇവർ പ്രതീക്ഷിക്കുന്നു. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ സെൻട്രൽ ബസാർ ജംഗ്ഷൻ നവീകരണത്തിന് ഭൂമി ഏറ്റെടുക്കൽ നടപടി വേഗത്തിലാക്കി. ഇതിന്റെ ആദ്യപടിയായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നേരത്തെ ഏൽപ്പിച്ച ലാൻഡ് അക്വിസിഷൻ ടീമിനെ മാറ്റി പുതിയ ടീമിനെ ഏൽപ്പിച്ചു. നേരത്തെ ചുമതലയുണ്ടായിരുന്ന ടീമിന് 8 കേന്ദ്രങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ പ്രവർത്തനമുണ്ട്. അവരുടെ ജോലിഭാരം മൂലം ഇതിന്റെ പ്രവർത്തനം മന്ദഗതിയിലായ സാഹചര്യത്തിലാണ് മറ്റൊരു ടീമിന് കൈമാറിയത്. ഇവർക്ക് 3 കേന്ദ്രങ്ങളുടെ ചുമതല മാത്രമേയുള്ളൂ. പുതിയ ടീമിന്റെ തഹസീൽദാറുടെ നേതൃത്വത്തിലുള്ള സംഘം ടൗണിൽ ഭൂമി ഏറ്റെടുക്കേണ്ട സ്ഥലം പരിശോധിച്ചു. സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് 20 ചെറുകിട നഗരങ്ങൾ നവീകരിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയത്. അതിൽ പയ്യന്നൂർ ഉൾപ്പെടെ 7 നഗരങ്ങളെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ഭരണാനുമതി നൽകുകയും ചെയ്തിരുന്നു. ജില്ലയിൽ പയ്യന്നൂരിന് പുറമെ ചക്കരക്കൽ ടൗണും പദ്ധതിയിലുണ്ട്. സെൻട്രൽ ബസാറിൽ നിന്ന് പെരുമ്പ ഭാഗത്തേക്ക് 420 മീറ്റർ നീളവും ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് 430 മീറ്റർ നീളവും ഉണ്ടാകുന്ന വിധത്തിലാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. വീതി 19.2 മീറ്റർ വേണമെന്നാണ് നിർദ്ദേശം ഉയർന്നു വന്നിരുന്നത്. അന്നൂർ ഭാഗത്തേക്ക് 200 മീറ്റർ നീളവും വീതി 16.2 മീറ്ററുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇങ്ങനെ വന്ന ജംഗ്ഷനിൽ 44 മുതൽ 47 മീറ്റർ വരെ വീതി ഉണ്ടാകും. സമീപന റോഡിലേക്ക് പോകുമ്പോൾ വീതി കുറഞ്ഞു 16.2 മീറ്റർ വീതിയിലെത്തും. 4 റോഡിൽ നിന്നും ഇടതുഭാഗത്തേക്ക് ഫ്രീ ലെഫ്റ്റ് സംവിധാനമുണ്ടാകും. നിലവിൽ തയ്യാറാക്കിയ അലൈൻമെന്റ് മാർക്ക് ചെയ്ത് കല്ലിട്ടിട്ടുണ്ട്. റവന്യൂ വിഭാഗം അളവ് കണക്കാക്കിയിട്ടുണ്ട്. ഇനി സെന്റ് കണക്കാക്കി നഷ്ടപരിഹാരം നിശ്ചയിക്കണം. അത് വേഗത്തിലാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിന് 75 കോടി രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിഫ്ബി ധനാനുമതിക്കായി സമർപ്പിച്ചിരുന്നു. കേരള ഫണ്ട് റോഡ് ബോർഡ് പ്രൊജക്ട് മോണിറ്ററിംഗ് യൂണിറ്റ് കണ്ണൂരിനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അർജന്റീനയുടെ തോൽവി ആഘോഷിച്ച് പരവൂരിലെ ഫുട്ബോൾ ആരാധകർ. സാധാരണ കാണാറുള്ള പടക്കം പൊട്ടിക്കലും ഫ്ലക്സ് കീറലും മാറ്റി നിർത്തി ബ്രസീൽ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് തുടങ്ങി നിരവധി ആരാധകർ അർജന്റീനയുടെ തോൽവി ആഘോഷിച്ചത് ഭക്ഷണം നൽകിക്കൊണ്ടാണ്. ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് വയറു നിറയെ വിരുന്നൊരുക്കിയാണ് പറവൂരിലെ ഈ തോൽവി ആഘോഷം. അങ്ങനെ ആവേശകരമായ ഫിഫ വേൾഡ് കപ്പ് അവസാനിച്ചിരിക്കുകയാണ് അല്ലേ. ഫൈനൽ മത്സരത്തിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്പെയിൻ മത്സരത്തിൽ വിജയിച്ചു. അന്ന് മുതൽ അർജന്റീന ആരാധകർക്ക് ട്രോൾ മഴയാണ്. കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് മറ്റ് ആരാധകർ അവരെ കിടന്നു ട്രോളുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പരാജയം ആഘോഷിക്കുന്ന മറ്റു ടീമുകളുടെ ആരാധകരുണ്ട്. അതുപോലൊരു ആരാധകരെയാണ് ഞാനിന്ന് നിങ്ങൾക്കായി കാണിച്ചു തരാൻ പോകുന്നത്. കളിക്കളത്തിൽ അർജന്റീന തകർന്നടിഞ്ഞപ്പോൾ എതിരാളികളായ ബ്രസീൽ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് തുടങ്ങിയ ആരാധകർക്ക് അത് വലിയ ആഘോഷരാവായിരുന്നു. എന്നാൽ ആ സന്തോഷം ട്രോളുകളിലോ വാഗ്വാദങ്ങളിലോ ഒതുക്കിക്കളയാൻ പറവൂരിലെ ഫുട്ബോൾ പ്രേമികൾ തയ്യാറായില്ല. പരാജയപ്പെട്ട അർജന്റീന ഫാൻസിനെ കളിയാക്കുന്നതിനു പകരം ആ സന്തോഷം സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റാൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു.
അങ്ങനെയാണ് പറവൂർ ബഡ് സ്കൂളിലെ കുരുന്നുകൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ ഇവർ ഒന്നിച്ചിറങ്ങിയത്. ഒരു വ്യത്യസ്തമായ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സാധാരണ സ്പോർട്സ് ആകുമ്പോൾ പരാജയം വിജയങ്ങളും എല്ലാം ഉണ്ടാവും. വിജയിച്ചതിനും പരാജയത്തിനും രണ്ടിനെയും ഒരുപോലെ നമ്മൾ സ്വീകരിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് പറവൂരിലുള്ള ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ ഒരു അന്നദാനം ചെയ്യുകയുണ്ടായി. അത് വ്യത്യസ്തമായ നമ്മുടെ ഫാൻസ് ബ്രസീൽ, അതുപോലെ തന്നെ ഇംഗ്ലണ്ട്, പോർച്ചുഗൽ കൂടെയുള്ള ഒത്തിരി സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് ഇന്ന് ഈ ഒരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇതൊരു വ്യത്യസ്ത ഒരാശയമായിരുന്നു. കളി തോറ്റ നിമിഷം അർജന്റീന ആരാധകർക്ക് അത് നിശബ്ദതയുടെയും നെഞ്ചകം തകരുന്ന വേദനയുടെയും രാവായിരുന്നു. എന്നാൽ എതിരാളികൾക്ക് അത് കേവലം ഒരു തോൽവിയായിരുന്നില്ല, വർഷങ്ങളായി കാത്തിരുന്ന ആഘോഷത്തിന്റെ കൊടിയേറ്റമായിരുന്നു. മെസ്സിയും സംഘവും കളം വിട്ടപ്പോൾ പറവൂരിൽ വിരിഞ്ഞത് മാതൃകാപരമായ സ്നേഹത്തിന്റെ വൻമരമാണ്. അർജന്റീന തകർന്നടിഞ്ഞ ആ നിമിഷം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു തോൽവി ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു പറവൂർ. അർജന്റീന ഫൈനൽ മത്സരം ഇതുവരെ കളിച്ചതിൽ ഏറ്റവും മോശമായിട്ടൊരു ഫൈനൽ മത്സരമാണ് ഈ അർജന്റീന കളിച്ചത്. എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് 80 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അർജന്റീന കളിയിലേക്ക് വരലെന്നാണ് പറഞ്ഞത്. ഇത് 120 മിനിറ്റിലും അർജന്റീനക്ക് ഒരു ബോൾ വരെ അർജന്റീന കാലിൽ കിട്ടിയില്ല. മെസ്സിക്കൊന്നും ഒരു ഫോമിൽ എത്താൻ വേണ്ടി സാധിച്ചില്ല. അതുപോലെ തന്നെ കളി കഴിഞ്ഞ ആ വട്ടത്തിൽ തന്നെ ഓപ്പോസിറ്റ് ഏത് ടീമിനെ അവർ കയ്യാങ്കളിയോട് വരെ ഉണ്ടായിട്ടുണ്ട് ഗ്രൗണ്ടിൽ. അതൊന്നും എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റൂല. സ്പോർട്സിൽ അങ്ങനത്തെ ഒരു കളി പാടില്ല. ആ ആഘോഷം പക്ഷേ അന്യന്റെ കണ്ണീരിൽ കെട്ടിപ്പൊക്കുന്ന വെറും ട്രോളുകളായി മാറ്റാൻ ഇവർ തയ്യാറായില്ല. പകരം ആ സന്തോഷത്തെ പറവൂർ ബഡ് സ്കൂളിലെ കുട്ടികളുടെ പുഞ്ചിരിയാക്കി മാറ്റാൻ അവർ കൈകോർത്തു. ബ്രസീലും പോർച്ചുഗലും ഇംഗ്ലണ്ടും തുടങ്ങി എല്ലാ ഫാൻസുകളും ഒരൊറ്റ മനസ്സോടെ ഒന്നിച്ചു. കളിയും അതുപോലെ ജയവും പരാജയവും എല്ലാം സർവ്വസാധാരണമാണ്. എന്ത് വന്നാലും ഒരാൾ മാത്രമേ ജയിക്കൂലൂ, മറ്റേ എതിർ പാർട്ടി എന്ത് വന്നാലും തോൽക്കും. അപ്പോൾ അത് ഏത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് നമ്മുടെ ഈ നാടിൻ്റെ ഓരോ വളർച്ചയിലും നമ്മുടെ ഈ ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ കൂടെ ആയിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പരിപാടി ഉദ്ഘാടനം ചെയ്തത് പോർച്ചുഗലിന്റെ കടുത്ത ആരാധികയായ വാർഡ് മെമ്പർ എം നിഷയും. എന്തായാലും തോൽവിയുടെ കയ്പിലും ഈ കുരുന്നുകളുടെ വയറും മനസ്സും നിറഞ്ഞ ചിരിയിൽ ഇവർ കണ്ടെത്തിയത് ഫുട്ബോളിനേക്കാൾ വലിയൊരു ജയം തന്നെയാണ്. ഒരു മത്സരമാകുമ്പോൾ ജയപരാജയങ്ങളൊക്കെ സ്വാഭാവികമാണ്. എങ്കിൽ പോലും മറ്റ് ആരാധകർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് ഒരു നല്ല മാതൃകയിലൂടെയാണ്, ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടാണ്. എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. നീറ്റ് പരീക്ഷ, ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേട് എന്നിവയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചും ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്തറയിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം MV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷ, ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേട് എന്നിവയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചും ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്തറയിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടനം CPIM മാടായി ഏരിയ കമ്മിറ്റി അംഗം AV രവീന്ദ്രൻ നിർവഹിച്ചു. ആവശ്യപ്പെടുന്ന ലളിതമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത്രയും പ്രധാനപ്പെട്ട യുവജനങ്ങളെ ബാധിക്കുന്ന, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന, അവരുടെ ഭാവിയെ ബാധിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന അതിപ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തി വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തുന്ന സമരത്തെ കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് നമുക്കെല്ലാം ബോധ്യപ്പെടുകയാണ്. സുധാ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
CP ഷിജു, PG ദിൻ, PK പ്രജീഷ്, TV പ്രണവ് രാജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ജൂലൈ 22 ലോക മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ പ്രാധാന്യവും വൈവിധ്യമാർന്ന രുചിയും ആരോഗ്യ ഗുണങ്ങളും ലോകമെമ്പാടും ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മാമ്പഴപ്രേമികൾ ആഘോഷിക്കുന്ന ദിനമാണ് ലോക മാമ്പഴ ദിനം. എല്ലാ വർഷവും ജൂലൈ 22-നാണ് ഈ ദിനം ആചരിക്കുന്നത്. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന്റെ രുചി, പോഷക ഗുണങ്ങൾ, സാംസ്കാരിക പ്രാധാന്യം എന്നിവയെ ഓർമ്മപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാമ്പഴ ഉൽപ്പാദക രാജ്യം. കേരളം ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ഇനം മാമ്പഴങ്ങൾ കൃഷി ചെയ്യുന്നു. മാമ്പഴം വിറ്റാമിൻ A, C, നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ്. ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും കണ്ണുകളുടെ ആരോഗ്യത്തിനും മാമ്പഴം ഗുണകരമാണ്. കർഷകരുടെ അധ്വാനത്തെ ആദരിക്കാനും പ്രാദേശിക മാമ്പഴ ഇനങ്ങളെ സംരക്ഷിക്കാനും ഈ ദിനം പ്രചോദനമാകുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് സമരം നടത്തിയ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നിലപാടിനെതിരെ ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധയോഗം സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് കോടതി പരിസരത്ത് നടന്ന യോഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് സമരം നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത മോദി സർക്കാരിന്റെ നിലപാടിനെതിരെ ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ സബ് കോടതി പരിസരത്ത് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇന്ത്യയിൽ നടത്തിയ മുഴുവൻ പരീക്ഷകളും തട്ടിപ്പാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഡൽഹിയിൽ ഇങ്ങനെ കേന്ദ്രീകരിച്ചൊരു സമരം നടത്തുന്നത്. ആ സമരത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായ അഖിലേന്ത്യാ അധ്യക്ഷൻ ഖാർഗെജി അടക്കം, രാഹുൽ ഗാന്ധി അടക്കം, പ്രിയങ്ക ഗാന്ധി അടക്കം, നമ്മുടെ നാട്ടുകാരനും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാർ ഇന്നലെ ഡൽഹിയിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചിന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവിയാണ്. അതുപോലെയുള്ള രാഹുൽ ഗാന്ധിയെ പോലീസ് ചവിട്ടുകയും നിലത്ത് വീണ രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റി അറസ്റ്റ് ചെയ്യുകയുമായി ഉണ്ടായിരുന്നു. സുമേഷ് തോമസ് അധ്യക്ഷത വഹിച്ചു. അഭിഭാഷകരായ ടോണി ജോസഫ്, C നാരായണൻ നായർ, K പത്മനാഭൻ, N സുധാകരൻ, MM മുനവർ, TK സജി, K ഷീജ, വാഹിദ മൊയ്തീൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പോത്തോങ്കണ്ടത്ത് സ്ഥാപിക്കുന്ന 100 മെഗാവാട്ട് സോളാർ പാർക്കിനോടനുബന്ധിച്ചുള്ള 220 kV വൈദ്യുതി ലൈൻ നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടിയായി ഗസറ്റ് വിജ്ഞാപനം ചെയ്തു. നിർദ്ദിഷ്ട റൂട്ടിലൂടെയുള്ള സർവേയുടെ ആദ്യപടിയാണ് ഗസറ്റ് വിജ്ഞാപനം നടത്തിയത്. സംസ്ഥാനത്ത് പുനരുപയോഗ ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും വടക്കൻ കേരളത്തിലെ വൈദ്യുതിക്ഷാമം പരിഹരിക്കുന്നതിനുമായി കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പോത്താങ്കണ്ടത്ത് സ്ഥാപിക്കുന്ന 100 മെഗാവാട്ട് സോളാർ പാർക്കിനോടനുബന്ധിച്ചുള്ള 220 kV വൈദ്യുതി ലൈൻ നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടിയായി ഗസറ്റ് വിജ്ഞാപനം ചെയ്തു. പാർക്കിനായി നിർമ്മിക്കുന്ന 220 kV സബ്സ്റ്റേഷനിലെ നിലവിലുള്ള 220 kV കാഞ്ഞിരോട് അമ്പലത്തറ ട്രാൻസ്മിഷൻ ലൈനുമായി ബന്ധിപ്പിക്കുന്നതിനായി പുതിയ 220 kV ട്രാൻസ്മിഷൻ ലൈൻ സ്ഥാപിക്കും. ഇതിന്റെ ഭാഗമായി നിർദ്ദിഷ്ട റൂട്ടിലൂടെയുള്ള സർവേയുടെ ആദ്യപടിയായാണ് ഗസറ്റ് വിജ്ഞാപനം. സർവേയുടെ ഭാഗമായി KCBL ഉദ്യോഗസ്ഥർക്കോ അവർ ചുമതലപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥർക്കോ കരാർ ജീവനക്കാർക്കോ ചീമേനി വില്ലേജിൽ ഉൾപ്പെടുന്ന നിർദ്ദിഷ്ട പ്രദേശങ്ങളിൽ നിയമാനുസൃതമായ ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിനായി ഏത് സമയത്തും പ്രവേശിക്കാമെന്നാണ് ഗസറ്റ് വിജ്ഞാപനം. സർവേ പ്രവർത്തനം തടസ്സമില്ലാതെ പൂർത്തിയാക്കുന്നതിനായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ഭൂ ഉടമകളും പൊതുജനങ്ങളും സഹകരിക്കണമെന്നും ഗസറ്റ് വിജ്ഞാപനം ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും KCBL ഷൊർണൂർ ട്രാൻസ്ഗ്രിഡ് നോർത്ത് വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
ഡൽഹിയിൽ കോൺഗ്രസ് ദേശീയ നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ പോലീസ് മർദ്ദിച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പന്തം കൊളുത്തി പ്രകടനത്തിൽ പങ്കെടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ച് മർദ്ദിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്ത നരേന്ദ്രമോദി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. കനത്ത മഴയെ കൂസാതെ ടൗണിൽ നടന്ന പ്രകടനത്തിന് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി P കുഞ്ഞിക്കണ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, മണ്ഡലം പ്രസിഡന്റ് VM ശ്രീധരൻ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C രവി, KV മുകുന്ദൻ, M രജീഷ് ബാബു, K ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, KMC ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി വാടിക്കൽ കടവ് റോഡ് വഴിയുള്ള ഗതാഗതം ദുഷ്കരം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള റോഡ് അറ്റകുറ്റപ്രവൃത്തി നടത്താത്തതിൽ പ്രതിഷേധവുമായി STU ഓട്ടോ തൊഴിലാളി യൂണിയൻ രംഗത്ത്. പ്രതിഷേധ സമരം STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി വാടിക്കൽ കടവ് BV റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് കാലങ്ങൾ ഏറെയായി. മഴ പെയ്തതോടുകൂടി റോഡ് ചെളിക്കുളമായ അവസ്ഥയാണ്. പഴയങ്ങാടിയിൽ നിന്നും മാട്ടൂൽ ഭാഗത്തേക്കുള്ള എളുപ്പ വഴി കൂടിയാണിത്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. ഇതുവഴി സർവീസ് നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഇന്ധന ചിലവ് കൂടാതെ വാഹനങ്ങൾ തകരാറിലാകുന്നതും പതിവായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പഴയങ്ങാടിയിലെ STU മോട്ടോർ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയുമായി തൊഴിലാളികൾ രംഗത്ത് വന്നത്. STU ജില്ലാ വൈസ് പ്രസിഡന്റ് MB മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു. ജംഷീദ് ഉമ്മലിൽ, കായിക്കാരൻ സഹീദ്, AP ബദ്രുദ്ദീൻ, O ബഷീർ, B അഷറഫ്, അമ്പലത്തിൽ സജ്ന, നൌഷിദ ഫസൽ റഹ്മാൻ, K അബ്ദുള്ള, T ഷബീർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വലിയ പറമ്പിന്റെ തെക്കൻ മേഖലയിലുള്ളവരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ രാംതളി 2 തെങ്ങ് കടവിലേക്കുള്ള നിർദ്ദിഷ്ട പാണ്ഡ്യാലക്കടവ് പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് KSKTU വലിയ പറമ്പ് സൗത്ത് വില്ലേജ് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സമ്മേളനം KSKTU ജില്ലാ കമ്മിറ്റി അംഗം K സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന ഇടയിലക്കാട് വലിയപറമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ഉപ്പുവെള്ളം കയറി കൃഷിനാശം സംഭവിക്കുന്നത് തടയാൻ ഇടയിലക്കാട്ടിൽ നടപടി സ്വീകരിക്കണമെന്നും മറ്റ് പ്രമേയങ്ങളിലൂടെ സംഘടന ആവശ്യപ്പെട്ടു. ഇടയിലക്കാട്ടിൽ നടന്ന സമ്മേളനം KSKTU ജില്ലാ കമ്മിറ്റി അംഗം K സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് C അംബിക അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി C ഭരതൻ, സംഘാടക സമിതി ചെയർമാൻ K മനോഹരൻ, P ദാമോദരൻ, ഗംഗാധരൻ മാണിയാട്ട്, P സുധാകരൻ, VV സജീവൻ, TK രമ്യ, AKV രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മാടായിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. നീതിക്കായി ദില്ലിയിലെ ജന്തർ മന്ദറിൽ പോരാടുന്ന രാജ്യത്തിന്റെ പ്രതീക്ഷകളായ യുവാക്കൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ചെന്ന കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചതിൽ പ്രതിഷേധമറിയിച്ച് പഴയങ്ങാടിയിൽ നടത്തിയ പ്രകടനത്തിന് UDF ചെയർമാൻ NG സുനിൽ പ്രകാശ് നേതൃത്വം നൽകി. പഴയങ്ങാടി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എരിപുരം ചുറ്റി സഞ്ചരിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സുധീഷ് വെള്ളച്ചാൽ, രാഹുൽ പൂങ്കാവ്, ജിജേഷ് ചൂട്ടാട്, ജെയ്സൺ പരിയാരം, പ്രജീഷ് കീഴറ എന്നിവർ യൂത്ത് കോൺഗ്രസ് സമരത്തിന് നേതൃത്വം നൽകി. മാടായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുധീർ വെങ്ങര, പാറയിൽ കൃഷ്ണൻ, BP ഗോകുലൻ, മടപ്പള്ളി പ്രദീപൻ, സുമേഷ് PV, വരുൺ കൃഷ്ണൻ, മുരളി പണ്ണേരി, കാടൻ സുനിൽ, മധു കുടച്ചീര, ശ്രീരാഗ് ബാബു, പ്രകാശൻ ചെങ്ങൽ തുടങ്ങിയവർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച സമരത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ശക്തമായ മഴയെ തുടർന്ന് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കനത്ത മഴയിലാണ് സംഭവം. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ച മതിൽ മീറ്ററുകളോളം ദൂരത്തിൽ തകർന്ന നിലയിലാണ്.
പഞ്ചായത്ത് കെട്ടിടത്തിന് സമീപത്തെ നടപ്പാതയിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. രാത്രി സമയത്ത് അപകടമുണ്ടായതിനാൽ ആളപായമോ മറ്റ് പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പകൽ സമയങ്ങളിൽ നിരവധി പേർ സഞ്ചരിക്കുന്ന വഴിയാണിത്. പഞ്ചായത്ത് മൈതാനങ്ങളിലേക്കും പ്രദേശവാസികൾ ഈ വഴിയിലൂടെയാണ് പ്രധാനമായും എത്തിച്ചേരുന്നത്. എന്നാൽ മഴക്കാലമായതിനാൽ സമീപ ദിവസങ്ങളിൽ ഇതുവഴിയുള്ള യാത്രക്കാരുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു. മതിൽ തകർന്നതോടെ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് തകർന്ന ഭാഗം എത്രയും വേഗം സുരക്ഷിതമാക്കുകയും അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 3 ദിവസങ്ങളിലായി ഏഴോം കൈപ്പാട് പ്രദേശത്ത് നടന്നുവന്ന മലബാർ കൈപ്പാട് ഫെസ്റ്റിന് തിരശീല വീണു. കാണികളിൽ ആവേശം നിറച്ച് ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാക്കൾ നയിച്ച നാടൻ പാട്ടോടുകൂടിയാണ് കൈപ്പാട് ഫെസ്റ്റ് സമാപിച്ചത്. കേരള ഫോക്ലോർ അക്കാദമി 2024 ഗുരുപൂജ അവാർഡ് ജേതാവ് KV പാർവതിയമ്മ, പ്രശസ്ത നാടൻപാട്ട് കലാകാരന്മാരായ റംഷി പട്ടുവം, രുക്മ പ്രവീൺ, ശിവദാസൻ ഏഴോം എന്നിവർ ചേർന്ന നാടൻപാട്ടുകൾ പാടിയപ്പോൾ കൈപ്പാട് ഫെസ്റ്റിനെത്തിയ കർഷകരും വിദ്യാർത്ഥികളും ഏറ്റുപാടി താളത്തിൽ നൃത്തം ചവിട്ടി. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നിന്നും എത്തിയ കർഷകരും വിദ്യാർത്ഥികളും ഏഴോത്തെ കൈപ്പാട് പ്രദേശത്തെ ചെളിയിൽ ഇറങ്ങി. ഞാറുകൾ നട്ടും കൃഷിയെക്കുറിച്ച് പഠിച്ചും കൈപ്പാട് ഫെസ്റ്റ് നാടിന്റെ ഉത്സവമാക്കി മാറ്റി. കൈപ്പാട് ഫെസ്റ്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചു. 40ഓളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് കൈപ്പാട് അരി കൊണ്ടൊരുക്കിയ കഞ്ഞിയും നാടൻ വിഭവങ്ങൾ കൊണ്ടൊരുക്കിയ കറികളും നൽകി. മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി, മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി എന്നിവർ ചേർന്നാണ് ഏഴോം അകത്തേക്കൈ കൈപ്പാടിൽ മലബാർ കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് PK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. കേരള കാർഷിക സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ T വനജ ഫെസ്റ്റ് അവലോകനം നടത്തി. മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ചെയർപേഴ്സൺ P ഗോവിന്ദൻ, VV ചന്ദ്രൻ, AV അജയകുമാർ, O സുശാന്ത്, C ഭരതൻ, CV നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ കോളേജുകളിൽ നിന്ന് ഇന്റേൺഷിപ്പിനായി എത്തിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. 2027 കൈപ്പാട് ഫെസ്റ്റ് പട്ടുവം പഞ്ചായത്തിലെ കിഴക്കേപ്രം കൈപ്പാട് പ്രദേശത്ത് നടക്കുമെന്ന് പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് PK ദിവാകരൻ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്, ഫാമേഴ്സ് ക്ലബ്ബ്, ചീറ്റ ഗ്രാമീണ വായനശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാന ഗോവിന്ദൻ അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു. ചീറ്റ ഗ്രാമീണ വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ M ശശിമോഹൻ അനുസ്മരണ ഭാഷണം നടത്തി. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക്, ഫാർമേഴ്സ് ക്ലബ്ബ്, ചീറ്റ ഗ്രാമീണ വായനശാല എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാന ഗോവിന്ദൻ അനുസ്മരണ ദിനാചരണം സംഘടിപ്പിച്ചു. ചീറ്റ ഗ്രാമീണ വായനശാല ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. M ശശിമോഹനൻ അനുസ്മരണ ഭാഷണം നടത്തി. അതാതാളുടെ കാര്യമല്ലാതെ മറ്റുള്ളവരുടെ കാര്യമൊന്നും ആർക്കും ചിന്തിക്കാൻ ഇപ്പോൾ ഉള്ള നമ്മുടെ കഴിവുകൾ പല കാരണങ്ങളാണ്. മാധ്യമങ്ങളും മറ്റു പല പ്രചരണ മാധ്യമങ്ങളും മറ്റു പല സവിശേഷമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള സാഹചര്യമൊക്കെ കൊണ്ട് ആളുകൾക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മുടെ പൊതുമണ്ഡലം ഫലത്തിൽ ഇല്ലാതില്ലാതിക്കൊണ്ട് വരുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിൽ പൊതുമണ്ഡലത്തിന് വേണ്ടി നിരന്തരമായി വാദിച്ചു എന്നുള്ളതാണ് കാന ഗോവിന്ദന്റെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും സവിശേഷതയായി വിഖ്യാത ചിന്തകനായിട്ടുള്ള ഫ്രെഡറിക് ജെയിംസൺ 2 കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. P ചന്ദ്രൻ മാസ്റ്റർ, V ശശിധരൻ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുകുന്ന് പള്ളിച്ചാലിൽ പൈപ്പ് പൊട്ടി ജപ്പാൻ കുടിവെള്ളം പാഴാകുന്നു. മഴക്കാലത്തും പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചു കഴിയുന്ന ചെറുകുന്ന് നിവാസികൾക്ക് ഇത് ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു. അടിയന്തരമായി പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചെറുകുന്ന് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തേണ്ട കുടിവെള്ളമാണ് പൈപ്പ് പൊട്ടി പാഴാകുന്നത്. ചെറുകുന്ന് പള്ളിച്ചാലിൽ റോഡരികിലൂടെ കടന്നുപോകുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ലിറ്റർ കണക്കിന് വെള്ളം കുത്തിയൊഴുകുകയാണ്. മഴക്കാലമായതുകൊണ്ടാകാം പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആഴ്ചകൾ ഏറെയായി പൈപ്പിലൂടെ വെള്ളം റോഡരികിലെ ഓവുചാലിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട്. പൊട്ടിയ പൈപ്പിലൂടെ വെള്ളമൊഴുകുമ്പോൾ റോഡിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്.
പ്രശ്നത്തിന് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ കുടിവെള്ളമാണ്, കുടിക്കാൻ രക്ഷയില്ലാത്ത സ്ഥലമാണ്, നല്ല ഉപ്പുള്ള സ്ഥലമാണ്. ഇത് പെട്ടെന്ന് ശരിയായി. പള്ളിച്ചാലില് പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്, വള്ളിച്ചാലില് ശക്തിയായി വെള്ളം പോവുകയാണ്. നേരത്തെയും ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പതിവായിരുന്നു. റോഡിലെ ടാറിംഗ് ഉൾപ്പെടെ ഇളകിയിരുന്നു. ഗുണനിലവാരമില്ലാത്ത പൈപ്പ് ഉപയോഗിച്ച് പ്രവൃത്തി നടത്തിയതാകാം അടിക്കടി പൈപ്പ് പൊട്ടാൻ കാരണമാകുന്നതെന്നും ജനങ്ങൾക്കിടയിൽ ആക്ഷേപമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ SYS സാന്ത്വന കേന്ദ്രം പ്രവർത്തകർ ഉപയോഗശൂന്യമായ സ്ഥലം ശ്രമദാനത്തിലൂടെ പാർക്കിങ്ങിനായി ഒരുക്കിയെടുത്തു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ മാധവൻ ഉദ്ഘാടനം ചെയ്തു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ SYS സാന്ത്വന കേന്ദ്രം പ്രവർത്തകർ ഉപയോഗശൂന്യമായ സ്ഥലം ശ്രമദാനത്തിലൂടെ പാർക്കിങ്ങിനായി ഒരുക്കിയെടുത്തു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ മാധവൻ ശ്രമദാനം ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും പ്രധാന ഒരു പ്രശ്നം ഇവിടെ വരുന്ന രോഗികൾക്കും ബന്ധുക്കൾക്കും ഒരു പാർക്കിംഗ് സൗകര്യം ഇല്ല എന്നുള്ളതാണ്. ആവുന്ന രീതിയിൽ ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ആക്കണം എന്ന് നമ്മൾ സാന്ത്വനത്തോട് അഭ്യർത്ഥിച്ചപ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുക്കുകയും അതിന്റെ ബാക്കി ബജറ്റെല്ലാം പിന്നീട് ചിന്തിക്കാം എന്ന് പറഞ്ഞ് വരികയും ഇപ്പോൾ ഇതൊന്ന് ക്ലീനാക്കി കൊണ്ടുവരിക, ഈ ഉദ്യമത്തിന് വളരെയധികം നന്ദി അറിയിക്കുന്നു. നിരവധി ആളുകൾ ദിവസേന ചികിത്സ തേടിയെത്തുന്ന മെഡിക്കൽ കോളേജിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. പെരുവഴിയിൽ വാഹനം നിർത്തി പോകേണ്ട അവസ്ഥയിലാണ് ഇവിടെയെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും. അതിന് ശാശ്വത പരിഹാരമെന്ന രീതിയിലാണ് ശ്രമദാനത്തിലൂടെ പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങിൽ പരിയാരം സാന്ത്വന കേന്ദ്രം ഡയറക്ടറും SYS ജില്ലാ പ്രസിഡന്റുമായ മുഹമ്മദ് റഫീഖ് അമാനി തട്ടുമൽ, നാസർ ഹാജി മാതമംഗലം, റഫീഖ് പാണപ്പുഴ എന്നിവർ സംസാരിച്ചു. താജുദ്ദീൻ അമാനി, ഷരീഫ് പരിയാരം, ജാഫർ വയക്കര, മുനീർ പാവൂർ, ഇസ്മായിൽ വയക്കര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഹൈജീൻ മോണിറ്ററിംഗ് പ്രവർത്തനങ്ങൾക്ക് തൃക്കരിപ്പൂരിലെ ഹോട്ടലുകളിൽ തുടക്കമിട്ടു. ശുചിത്വം പരിശോധിച്ച് പോരായ്മകൾ ഹോട്ടൽ ഉടമകൾക്ക് ബോധ്യപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തത്. ശുചിത്വ പരിപാലനം മുഖ്യ ലക്ഷ്യമിട്ട് സംഘടന വിവിധ ജില്ലകളിൽ നടപ്പാക്കി വിജയിച്ച ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റ് പരിധിയിലും തുടക്കമിട്ടു. 16 വർഷം മുൻപാണ് ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന ആശയം അസോസിയേഷൻ നടപ്പിലാക്കിയത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനിലെ അംഗസ്ഥാപനങ്ങളിലാണ് ശുചിത്വ അവബോധം ലക്ഷ്യമിട്ട് പദ്ധതി നടപ്പാക്കിയത്. തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ഹൈജീനാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവർ നിയമാനുസൃതമാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്, എന്തെല്ലാം സ്വീകരിക്കുന്നുണ്ട്, തൊപ്പി ധരിക്കുന്നുണ്ട്, ഭക്ഷണ സാധനങ്ങൾ മൂടി വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടോയ്ലറ്റ് പോലുള്ള ഭാഗങ്ങളൊക്കെ വൃത്തിയുള്ളതാണോ, സ്റ്റോർ റൂം വൃത്തിയുള്ളതാണോ, അതുപോലെ തന്നെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ടോ, വെള്ളം പരിശോധിച്ചിട്ടുണ്ടോ നിയമാനുസൃതമായിട്ട്. ഇങ്ങനെ ഉദ്യോഗസ്ഥർ, അതായത് ഹെൽത്ത് ഉദ്യോഗസ്ഥരോ ഒരു FSSO ഉദ്യോഗസ്ഥരോ ഒരു സ്ഥാപനത്തെ കയറി പരിശോധിച്ച് എന്തെല്ലാമാണ്. റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് മനോജ് കുമാർ നീരിടിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അസീസ് മൂസ, സംസ്ഥാന സെക്രട്ടറിമാരായ കെ മനോഹരൻ, ഷിനോജ് റഹ്മാൻ, ജില്ലാ പ്രസിഡന്റ് രഘുവീർ പൈ, സെക്രട്ടറി ബിജു മുണ്ടപ്പുഴ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് CH അബ്ദുൾ റഹീം, AG നൂറുൽ അമീൻ, റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി വിജയൻ തൃക്കരിപ്പൂർ, PV പ്രകാശൻ, P വിജയൻ, M പവിത്രൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS GR CIFCയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർക്കിടക ഫെസ്റ്റും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS GRC IFC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കർക്കിടക ഫെസ്റ്റും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ് തരാൻ കഴിയുന്ന, അതിനനുസരിച്ച് അവതരണ ശൈലിയിലടക്കം നല്ല കഴിവുള്ള ഡോക്ടർ ദീപ്തി അടക്കം ഈ വേദിയിലുണ്ട്. ആ നിലയിൽ ആരോഗ്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ
ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ജീവിത രീതിയിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങളൊക്കെ വളരെ വിശദമായി സമ്പൂർണ്ണമായി ഡോക്ടർ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KKV ലക്ഷ്മണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ഇ വസന്ത, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രവി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV ലേഖ, CDS വൈസ് ചെയർപേഴ്സൺ പ്രഭ M എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മഴക്കാല ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് മണ്ടൂർ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ദീപ്തി KK ക്ലാസ് എടുത്തു. മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ക്ലാസിൽ വിശദീകരിച്ചു. തുടർന്ന് കർക്കിടക ഫെസ്റ്റ് പഞ്ചായത്ത് പരിസരത്ത് വെച്ച് നടന്നു. നാടൻ പച്ചക്കറികൾ, ഇലക്കറികൾ, തവിടരി, തവിടുണ്ട, പലതരം ഇലത്തോരൻ, വിവിധ ഇനം പായസങ്ങൾ, കിഴങ്ങുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടന്നു. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, CDS അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സൗജന്യ പരിശോധനയും മരുന്നു വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ശാസ്ത്ര പ്രചാരകനായ ദിനേശ് കുമാർ തെക്കുംപാടിന്റെ ശാസ്ത്ര പരീക്ഷണ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. അന്നൂർ UP സ്കൂൾ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വർദ്ധിപ്പിക്കുന്നതിനും അന്വേഷണശീലം വളർത്തുന്നതിനുമായി ശാസ്ത്രപ്രചാരകനായ ദിനേശ് കുമാർ തെക്കുംപാട് നടത്തിയ ശാസ്ത്ര പരീക്ഷണ ക്ലാസ് നവ്യാനുഭവമായി. അന്നൂർ UP സ്കൂൾ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പ്രഥമാധ്യാപിക VM ഉമ അധ്യക്ഷത വഹിച്ചു. J നവതേജ്, സയൂരി സുഭാഷ് എന്നിവർ സംസാരിച്ചു. P സജിന, PK ജലജ, EP അനുശ്രീ, AK സൗമ്യ, CP രേഷ്മ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.